ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ LDCക്ക് വേണ്ടിയിട്ടുള്ള സിലബസിലെ എല്ലാ ടോപ്പിക്കും നമ്മൾ റാങ്ക് ഫയൽ കംപ്ലീഷൻ ചലഞ്ച് രീതിയിൽ ഓഡിയോ രൂപത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ചലഞ്ച് ആരംഭിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ഭാഗമാട്ടോ നോക്കുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച വിവരങ്ങൾ പരാമർശിച്ച ആദ്യത്തെ വിദേശ സഞ്ചാരിയാണ് മെഗസ്തനീസ്. കേരളത്തെ സംബന്ധിച്ച വിവരങ്ങൾ പരാമർശിച്ച ആദ്യത്തെ വിദേശ സഞ്ചാരിയാണ് ആര്? മെഗസ്തനീസ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലെത്തിയ ഗ്രീക്ക് അംബാസഡറാണ് ആര്? മെഗസ്തനീസ് എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ച വിവരങ്ങൾ പരാമർശിച്ച ആദ്യത്തെ വിദേശ സഞ്ചാരിയാണ് ആര്? മെഗസ്തനീസ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലെത്തിയ ഗ്രീക്ക് അംബാസഡർ കൂടിയാണ് ആര്? മെഗസ്തനീസ്. ഇനി കേരളത്തെ പരാമർശമുള്ള മെഗസ്തനീസിൻ്റെ കൃതിയാണ് ഇൻഡിക്ക എന്ന് പറയുന്നത് കേട്ടോ. കേരള പരാമർശമുള്ള മെഗസ്തനീസിൻ്റെ കൃതിയാണേത്? ഇൻഡിക്ക. ഇൻഡിക്കയിൽ കേരളത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച പദം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ചെർമയാണ് കേട്ടോ. ചെർമേ. ഇൻഡിക്കയിൽ കേരളത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച പദമാണേത്? ചെർമേ. ഇനി ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികളാണ് അറബികൾ എന്നാണ് അറിയപ്പെടുന്നത്. ആരാണ്? ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികളാണ് ആര്? അറബികൾ. കേരളം സന്ദർശിച്ച ആദ്യത്തെ അറബി സഞ്ചാരി ആരാന്ന് ചോദിക്കാറുണ്ട്. ആരാ? മാലിക് ബിനു ദീനാർ ആണ്. കേരളം സന്ദർശിച്ച ആദ്യത്തെ അറബി സഞ്ചാരിയാണ് ആര്? മാലിക് ബിന് ദീനാർ. മാലിക് ബിന് ദീനാർ പണി കഴിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് ചേരമാൻ ജുമാ മസ്ജിദ്, കൊടുങ്ങല്ലൂർ. മാലിക് ബിന് ദീനാർ പണി കഴിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണേത്? ചേരമാൻ ജുമാ മസ്ജിദ്, കൊടുങ്ങല്ലൂർ. ഇനി കേരളത്തെക്കുറിച്ച് വിവരണം നൽകിയ അറബ് സഞ്ചാരികളിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു സുലൈമാന്. കേരളത്തെക്കുറിച്ച് വിവരണം നൽകിയ അറബ് സഞ്ചാരികളിൽ പ്രധാനിയായിരുന്നു ആര്? സുലൈമാന്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് യൂറോപ്യന്മാർ വാണിജ്യ ആവശ്യവുമായിട്ട് കേരളത്തിലെത്തുന്നത്. ഓക്കെ, ഇനി മുതൽ അങ്ങോട്ടാണ് നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനം പഠിക്കാൻ പോകുന്നത്. അതായത് 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് യൂറോപ്യന്മാർ വാണിജ്യ ആവശ്യത്തിനായിട്ട് കേരളത്തിലെത്തുന്നത്. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികൾ ഏതൊക്കെയായിരുന്നു? പോർച്ചുഗീസുകാരുണ്ട്, ഡച്ചുകാരുണ്ട്, ബ്രിട്ടീഷുകാരുണ്ട്, ഫ്രഞ്ചുകാരുണ്ട് അല്ലേ. നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് എങ്ങനെയുണ്ട്? അതേ ഓർഡറിൽ പഠിക്കാറുണ്ടായിരുന്നു. പോഡ ബീഫെ എന്ന് പേര് അല്ലേ. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് പോർച്ചുഗീസുകാർ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. കേരളത്തെ സംബന്ധിച്ച വിവരങ്ങൾ പരാമർശിച്ച ആദ്യത്തെ വിദേശ സഞ്ചാരിയാണ് ആര്? മെഗസ്തനീസ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലെത്തിയ ഗ്രീക്ക് അംബാസഡറായിരുന്നു ആര്? മെഗസ്തനീസ് എന്ന് പറയുന്നത്. കേരള പരാമർശമുള്ള മെഗസ്തനീസിൻ്റെ കൃതിയാണേത്? ഇൻഡിക്ക. കേരള പരാമർശമുള്ള മെഗസ്തനീസിൻ്റെ കൃതിയായിരുന്നു ഇൻഡിക്ക. ഇൻഡിക്കയിൽ കേരളത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച പദം ഏതായിരുന്നു? ചെർമയായിരുന്നു അല്ലേ. ഇന്ത്യയിൽ കേരളത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദം ഏതായിരുന്നു? ചെർമയായിരുന്നു. കേരളത്തിലെത്തിയ ആദ്യത്തെ വിദേശികളായിരുന്നു ആര്? അറബികൾ. കേരളത്തിലെത്തിയ ആദ്യത്തെ വിദേശികൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ അറബികളാണ്. എന്നാൽ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാരാന്ന് ചോദിച്ചാൽ ആരാ? അത് പോർച്ചുഗീസുകാരാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികൾ ചോദിക്കുകയാണെങ്കിൽ മാത്രം അറബികൾ. പിന്നെ യൂറോപ്യൻ ശക്തി ആരാന്ന് വെച്ചാൽ അത് പോർച്ചുഗീസുകാരുമാണ്. ഇനി കേരളം സന്ദർശിച്ച ആദ്യത്തെ അറബി സഞ്ചാരി ആരാ പറഞ്ഞത് നമ്മൾ? മാലിക് ബിന് ദീനാർ അല്ലെ. കേരളം സന്ദർശിച്ച ആദ്യത്തെ അറബി സഞ്ചാരിയാണ് ആര്? മാലിക് ബിന് ദീനാർ. മാലിക് ബിന് ദീനാർ പണി കഴിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഏതായിരുന്നു? ചേരമാൻ ജുമാ മസ്ജിദ് അല്ലെ. കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ്. ഇനി കേരളത്തെക്കുറിച്ച് വിവരണം നൽകിയ അറബ് സഞ്ചാരികളിലെ പ്രധാനിയായ വ്യക്തിയായിരുന്നു ആര്? സുലൈമാന്. കേരളത്തെക്കുറിച്ച് വിവരണം നൽകിയ അറബ് സഞ്ചാരികളിൽ പ്രധാനിയായ വ്യക്തിയാണ് ആര്? സുലൈമാന്. ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കുന്നത് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികളെ കുറിച്ചാണ്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് യൂറോപ്യന്മാർ വാണിജ്യ ആവശ്യത്തിനായിട്ട് കേരളത്തിലെത്തുന്നത്. ആദ്യം വന്നത് പോർച്ചുഗീസുകാർ, പിന്നെ ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് പോർച്ചുഗീസുകാരെ കുറിച്ചാണ് കേട്ടോ. ഇനി അങ്ങോട്ട് പോർച്ചുഗീസുകാരെ കുറിച്ചാണ് പറയുന്നത്. പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുമ്പോൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് ആര്? പോർച്ചുഗീസുകാർ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് ആര്? പോർച്ചുഗീസുകാർ. ഇവരറിയപ്പെട്ടത് എന്തായിരുന്നു? പറങ്കികൾ അല്ലേ. പറങ്കികൾ എന്നറിയപ്പെട്ടത് പോർച്ചുഗീസുകാരായിരുന്നു. മലബാർ തീരത്ത് അറബികൾക്കുണ്ടായിരുന്ന വ്യാപാര കുത്തക അവസാനിപ്പിച്ച യൂറോപ്യൻ ശക്തി ആരാന്ന് ചോദിച്ചാൽ ആരാ? പോർച്ചുഗീസുകാരാണ്. മലബാർ തീരത്ത് അറബികൾക്കുണ്ടായിരുന്ന വ്യാപാര കുത്തക അവസാനിപ്പിച്ച ശക്തിയാണ് ആര്? പോർച്ചുഗീസുകാർ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, അതായത് ശുഭപ്രതീക്ഷാ മുനമ്പ് വഴിയാണ് പോർച്ചുഗീസുകാർ കേരളത്തിലെത്തുന്നത് കേട്ടോ.
ഏതാ? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അല്ലെങ്കിൽ ശുഭപ്രതീക്ഷ മുനമ്പ് വഴിയാണ് പോർച്ചുഗീസുകാർ കേരളത്തിലെത്തുന്നത്. ഇന്ത്യ വിട്ടുപോയ അവസാനത്തെ യൂറോപ്യൻ ശക്തി ആരാന്ന് വെച്ചാൽ ആര് തന്നെയാ? അതും പോർച്ചുഗീസുകാരാണ്. അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തി ആരാന്ന് വെച്ചാൽ ആരാ? പോർച്ചുഗീസുകാര്. ഇന്ത്യ വിട്ടുപോയ അവസാനത്തെ യൂറോപ്യൻ ശക്തി ആരാന്ന് വെച്ചാൽ ആര് തന്നെയാ? പോർച്ചുഗീസുകാരാണ്. എന്ത് പേരിലായിരുന്നു അറിയപ്പെട്ടത് പോർച്ചുഗീസുകാര്? പറങ്കികൾ അല്ലെ. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെട്ടതാരാ? പോർച്ചുഗീസുകാരാണ്. മലബാർ തീരത്ത് അറബികൾക്കുണ്ടായിരുന്ന വ്യാപാര കുത്തക അവസാനിപ്പിച്ച യൂറോപ്യൻ ശക്തി ആരാന്ന് വെച്ചാൽ ആരാ? പോർച്ചുഗീസുകാരാണ്. അതുപോലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അല്ലെങ്കിൽ ശുഭപ്രതീക്ഷ മുനമ്പ് വഴിയാണ് പോർച്ചുഗീസുകാർ എവിടെ എത്തുന്നത്? കേരളത്തിലെത്തുന്നത്. ഇനി പോർച്ചുഗീസുകാരിൽ ആദ്യത്തെ വ്യക്തിയെ നമുക്ക് പഠിക്കേണ്ടത് വാസ്കോഡ ഗാമയാണ് കേട്ടോ. വാസ്കോഡ ഗാമയെ കുറിച്ചാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ആരാ? മാനുവൽ രാജാവാണ് കേട്ടോ. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ആരാന്ന് വെച്ചാൽ ആരാ? മാനുവൽ ഒന്നാമനാണ് അല്ലെങ്കിൽ മാനുവൽ രാജാവാണ്. പോർച്ചുഗീസ് തുറമുഖമായ ലിസ്ബണിൽ നിന്ന് 1497 ജൂലൈ 8 ഗാമയും കൂട്ടരും സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നിവ ഉൾപ്പെടെ 4 കപ്പലുകളിലായിട്ടാണ് യാത്ര തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് ആര്? മാനുവൽ ഒന്നാമൻ. വാസ്കോഡ ഗാമയാണ് ആദ്യമായിട്ട് പോർച്ചുഗീസ് നാവികനായിട്ട് ഇന്ത്യയിലെത്തുന്നത്. 1497 ജൂലൈ 8 പോർച്ചുഗീസ് തുറമുഖമായ ലിസ്ബണിൽ നിന്ന് ഗാമയും കൂട്ടരും സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നിവയുൾപ്പെടെ 4 കപ്പലുകളിലായിട്ടാണ് യാത്ര തിരിക്കുന്നത്. ഇനി വാസ്കോഡ ഗാമ സഞ്ചരിച്ചിരുന്ന കപ്പൽ ഏതാന്ന് ചോദിച്ചാൽ ഈ 4 കപ്പലുകളിൽ വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പൽ ഏതാന്ന് ചോദിച്ചാൽ സാവോ ഗബ്രിയേൽ ആണ്. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പൽ ഏതാ? സാവോ ഗബ്രിയേൽ ആണ്. ഇനി 1498 മെയ് 20 ഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് എത്തുന്നത്. 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് ആരെത്തുന്നത്? വാസ്കോഡ ഗാമ എത്തുന്നത്. പന്തലായനി കൊല്ലത്താണ് ഗാമ വന്നപ്പോൾ കപ്പല് നങ്കൂരമിട്ടത്. കോഴിക്കോട് ജില്ലയിലെ പന്തലായനി കൊല്ലം, പന്തലായനി കൊല്ലത്താണ് ഗാമ വന്ന കപ്പല് നങ്കൂരമിട്ടത്. ഈ പന്തലായനി കൊല്ലം എന്നറിയപ്പെടുന്നത് ഇന്നത്തെ കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. പന്തലായനി കൊല്ലം എന്നറിയപ്പെടുന്നത് ഇന്നത്തെ കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്ത്യയിലേക്ക് ആഫ്രിക്കൻ വൻകര ചുറ്റിക്കൊണ്ട് പുതിയ സമുദ്രമാർഗം കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാന്ന് ചോദിച്ചാൽ ആര് തന്നെയാ? വാസ്കോഡ ഗാമയാണ്. ഇന്ത്യയിലേക്ക് ആഫ്രിക്കൻ വൻകര വഴി ചുറ്റിക്കൊണ്ട് പുതിയ സമുദ്രമാർഗം കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാന്ന് ചോദിച്ചാൽ ആര് തന്നെയാ? വാസ്കോഡ ഗാമ തന്നെയാണ്. ഇനി ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. ഇനി ഗാമ കോഴിക്കോട്ട് വന്നിറങ്ങുന്ന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരാന്ന് ചോദിച്ചാൽ സാമൂതിരി ആയിരുന്നു കേട്ടോ. ഗാമ കോഴിക്കോട് വന്നിറങ്ങുന്ന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരാ? സാമൂതിരിമാരായിരുന്നു. ഇനി ആദ്യ വരവില് ഗാമക്ക് വാണിജ്യ സഹായങ്ങൾ നൽകിയ ഭരണാധികാരിയാണ് കോലത്തിരി രാജാവ് കണ്ണൂര്. ആദ്യ വരവില് ഗാമക്ക് വാണിജ്യ സഹായങ്ങൾ നൽകിയ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ആരാ? കോലത്തിരി രാജാവാണ് കണ്ണൂരുള്ളത്. 1498 നവംബറിൽ കണ്ണൂർ തീരത്ത് നിന്ന് ഗാമ തിരിച്ച് 1499 ലിസ്ബണിൽ തിരിച്ചെത്തി. അപ്പോൾ വാസ്കോഡ ഗാമ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്, ഇവിടെ എത്തിയതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് 1497 ജൂലൈ 8 ഗാമയും കൂട്ടരും എവിടുന്ന് വരുന്നത്? പോർച്ചുഗീസ് തുറമുഖമായ ലിസ്ബണിൽ നിന്ന് പുറപ്പെടുന്നത് 1497 ജൂലൈ 8. 1498 മെയ് 20 എവിടെ എത്തിച്ചേർന്നു? കോഴിക്കോട് കാപ്പാടെന്ന പറയുന്ന കടപ്പുറത്ത് എത്തിച്ചേർന്നു അല്ലേ. 1498 നവംബറിൽ എന്ത് ചെയ്തു? കണ്ണൂർ തീരത്ത് നിന്ന് ഗാമ തിരിച്ചുപോയി. എന്നിട്ട് ലിസ്ബണിൽ എത്തുന്നത് 1499 കേട്ടോ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്നാണ് വാസ്കോഡ ഗാമയെ മാനുവൽ ഒന്നാമൻ വിശേഷിപ്പിച്ചത്. എന്താ വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് ആരാ വിശേഷിപ്പിക്കുന്നത്? മാനുവൽ ഒന്നാമനാണ്. വാസ്കോഡ ഗാമ രണ്ടാമതായിട്ട് ഇന്ത്യയിലെത്തിയ വർഷം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1502 കേട്ടോ. 1502 രണ്ടാമതായിട്ട് 1502 വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തുന്നത്. പക്ഷെ അത് എവിടെയല്ല? കേരളത്തിലല്ല, അഞ്ചി ദ്വീപ്, അതായത് ഗോവയിലെ അഞ്ചി ദ്വീപിലാണ് വാസ്കോഡ ഗാമ രണ്ടാമതായിട്ട്
ആയിട്ട് ഇന്ത്യയിലെത്തുന്നത്. ഇനി പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് മൂന്നാമത് വാസ്കോഡ ഗാമ കേരളത്തിലെത്തുന്നത് എപ്പാന്ന് വെച്ചാൽ 1524 പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് മൂന്നാമത് വാസ്കോഡ ഗാമ കേരളത്തിലെത്തുന്ന 1524. വാസ്കോഡ ഗാമയുടെ വരവിനെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കമെന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് സർദാർ KM പണിക്കർ. ഓർത്തുവെക്കുക, വാസ്കോഡ ഗാമയുടെ വരവിനെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കമെന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് ആര്? സർദാർ KM പണിക്കർ. ഈ വാസ്കോഡ ഗാമ അന്തരിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1524 ഡിസംബർ 24 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ അന്തരിക്കുന്നത്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ അടക്കം ചെയ്തു. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത് 1539. വാസ്കോഡ ഗാമയുടെ പേരിൽ നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഗോവയാണ് കേട്ടോ. വാസ്കോഡ ഗാമയുടെ പേരിൽ നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? ഗോവയാണ്. അപ്പം വാസ്കോഡ ഗാമ അന്തരിച്ചത് 1524 ഡിസംബർ 24. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷം 1539. വാസ്കോഡ ഗാമയുടെ പേരിൽ നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാന്ന് വെച്ചാൽ ഗോവയാണ്. ഇനി രണ്ടാമത്തെ വ്യക്തിയാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ കേട്ടോ. പെഡ്രോ അൽവാരിസ് കബ്രാൾ വാസ്കോഡ ഗാമയ്ക്ക് ശേഷം 1500 ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ. വാസ്കോഡ ഗാമയ്ക്ക് ശേഷം 1500 ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ കബ്രാൾ. സാമൂതിരിയുമായിട്ട് ധാരണയിലെത്തിയ അൽവാരിസ് കബ്രാളിന്റെ പ്രതിനിധിയാണ് ഐറസ് കൊറിയ എന്ന് പറയും. ഓർത്തു നോക്കുക, സാമൂതിരിയുമായിട്ട് ധാരണയിലെത്തിയ അൽവാരിസ് കബ്രാളിന്റെ പ്രതിനിധി ആരാന്ന് ചോദിച്ചാൽ ഐറിസ് കൊറിയാണ്. കൊച്ചിയിൽ പാണ്ഡകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ കബ്രാളാണ്. കൊച്ചിയിൽ പാണ്ഡകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് അൽവാരസ് കബ്രാൾ. തെക്കേ അമേരിക്കൻ രാജ്യമായ ബ്രസീൽ കണ്ടെത്തിയ നാവികൻ ആരാന്ന് വെച്ചാൽ കബ്രാളാണ്. തെക്കേ അമേരിക്കൻ രാജ്യമായ ബ്രസീൽ കണ്ടെത്തിയ നാവികൻ അൽവാരസ് കബ്രാളാണ്. 1501 കബ്രാള് പോർച്ചുഗലിലേക്ക് മടങ്ങിപ്പോയി. ഓക്കെ, 1500 ഇന്ത്യയിൽ അതായത് കോഴിക്കോട് എത്തിച്ചേരുന്നത്. 1501 എന്ത് ചെയ്തു? കബ്രാള് പോർച്ചുഗലിലേക്ക് മടങ്ങിപ്പോയി. തെക്കേ അമേരിക്കൻ രാജ്യമായ ബ്രസീൽ കണ്ടെത്തിയ നാവികൻ കബ്രാളാണ്. കൊച്ചിയിൽ പാണ്ഡകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ അതും കബ്രാള് തന്നെയാണ്. ഇനി കബ്രാളിന് ശേഷം ഇന്ത്യയിലേക്ക് അയച്ച മൂന്നാമത്തെ സംഘത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് വെച്ചാൽ ജാവോഡ നോവയാണ് കേട്ടോ. ജാവോഡ നോവയാണ് കബ്രാളിന് ശേഷം ഇന്ത്യയിലേക്ക് അയച്ച മൂന്നാമത്തെ സംഘത്തിന് നേതൃത്വം നൽകിയതാരാ? ജാവോഡ നോവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട 1503 ആരാ പണിതെന്ന് ചോദിച്ചാൽ അൽ ബുക്കർക്കാണ് കേട്ടോ. അൽ ബുക്കർക്കാണ് 1503 ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട നിർമ്മിക്കുന്നത്. ഈ മാനുവൽ കോട്ട പള്ളിപ്പുറം കോട്ട എന്നും വൈപ്പിൻ കോട്ട എന്നും ആയക്കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഏതൊക്കെയാ? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, മാനുവൽ കോട്ട. ഇതൊക്കെ എന്താണ്? യൂറോപ്യൻ കോട്ട. അതായത് 1503 പണിത കോട്ട അറിയപ്പെടുന്ന പേരാണ്. 4 പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെ പേരിലാ? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, മാനുവൽ കോട്ട. ഇനി നമ്മൾ മൂന്നാമത്തെ ആളെയാണ് പഠിക്കാൻ പോകുന്നത്, ഫ്രാൻസിസ്കോ ഡി അൽമേഡ കേട്ടോ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അപ്പോൾ നമ്മൾ പള്ളിപ്പുറം കോട്ടയും ഈ കോട്ട പണിത ആരാന്ന് പറഞ്ഞത്? ബുക്കർക്കാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ 1503 പണിത ആരാന്ന് വെച്ചാൽ അൽ ബുക്കർക്കാണ്. ആ കാര്യം ഓർത്തു നോക്കാം. നമ്മൾ മൂന്നാമത്തെ ആളെയാണ് പഠിക്കുന്നത്, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1505 മുതൽ 1509 വരെയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് കേട്ടോ. ഇദ്ദേഹം 1505 ഇന്ത്യയുടെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 ഇന്ത്യയുടെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിൽ ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീല ജലനയം, ഇന്ത്യയിൽ നീല ജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആര്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. നാവികപ്പടയുടെ സഹായത്തോടെ സമുദ്ര മേധാവിത്വം നേടിയെടുക്കുന്ന പോർച്ചുഗീസ് നയമാണ് ഏത്? ഈ ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്നത്. എന്താണ്? നാവികപ്പടയുടെ സഹായത്തോടെ സമുദ്ര മേധാവിത്വം നേടിയെടുക്കുന്ന പോർച്ചുഗീസ് നയമാണ് ഏത്? നീല ജലനയം. 1505 കണ്ണൂർ കോട്ട, അതായത് സെന്റ് ആഞ്ചലോ
ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആരാന്ന് വെച്ചാൽ അൽമേഡയാണ്. 1505 കണ്ണൂർ കോട്ട അല്ലെങ്കിൽ സെന്റ് ആഞ്ചലോസ് കോട്ട എന്നറിയപ്പെടുന്നത് ഏതാ? കണ്ണൂർ കോട്ടയാണ്. ഇത് നിർമ്മിച്ചത് ആരാ? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഏഷ്യൻ പ്രദേശങ്ങളിലെ ആദ്യത്തെ പോർച്ചുഗീസ് പ്രതിനിധിയായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരാന്ന് വെച്ചാൽ ആര് തന്നെയാ? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അപ്പം 1505 ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിൽ നീലജലനയം. എന്താ നീലജലനയം? നാവികപ്പടയുടെ സഹായത്തോടെ സമുദ്ര മേധാവിത്വം നേടിയെടുക്കുന്ന പോർച്ചുഗീസ് നയമാണ് ഏത്? നീലജലനയം. നീലജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് ആര്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 കണ്ണൂർ കോട്ട. കണ്ണൂർ കോട്ടയുടെ പേര് സെന്റ് ആഞ്ചലോസ് കോട്ട. നിർമ്മിച്ചതാരാ? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഏഷ്യൻ പ്രദേശങ്ങളിലെ ആദ്യത്തെ പോർച്ചുഗീസ് പ്രതിനിധിയായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇനി അടുത്ത വ്യക്തിയാണ് അൽബുക്കർക്ക് കേട്ടോ. 4ാമത്തെ ആളാണ് അൽബുക്കർക്ക്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് അൽബുക്കർക്ക് കേട്ടോ. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിലെ 2ാമത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് ആര്? അൽബുക്കർക്ക്. ആദ്യത്തെ ആരാന്ന് പറഞ്ഞത്? അൽമേഡ അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാ? അൽമേഡയാണ്. 2ാമത്തെ ആരാ? അൽബുക്കർക്കാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? അൽബുക്കർക്കാണ്. ഇന്ത്യയിലെ 2ാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നതും അൽബുക്കർക്കാണ്. ഇനി യൂറോപ്യൻ സൈന്യത്തിന്റെ ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്തിയത്, അതായത് യൂറോപ്യൻ സൈന്യത്തിൽ ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്തിയത് ആരാ? അതും അൽബുക്കർക്കാണ് കേട്ടോ. 1503 അൽബുക്കർക്ക് നിർമ്മിച്ച കോട്ടയാണ് പള്ളിപ്പുറം കോട്ട. 1503 പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചതാരാ? നമ്മൾ പറഞ്ഞായിരുന്നു. ആരായിരുന്നു? അൽബുക്കർക്കാണ്. അൽബുക്കർക്കാണ് 1503 എന്ത് പണിയുന്നത്? പള്ളിപ്പുറം കോട്ട. പള്ളിപ്പുറം കോട്ടയുടെ മറ്റു പേരുകളാണ് ഏതൊക്കെ? വൈപ്പിൻ കോട്ട, ആയക്കോട്ട, മാനുവൽ കോട്ട അല്ലെ. ആയക്കോട്ട, വൈപ്പിൻ കോട്ട, മാനുവൽ കോട്ട. 1510 ബീജാപൂർ സുൽത്താനിൽ നിന്ന്, അതായത് മുഹമ്മദ് ആദിൽ ഷായിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി ആര് തന്നെയാ? അൽബുക്കർക്ക് തന്നെയാണ്. 1510 കേട്ടോ. 1510 ബീജാപൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയതാരാ? അൽബുക്കർക്കാണ്. 1510 ഇന്ത്യയിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആസ്ഥാനമായ പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ ഗോവയാണ്. 1510 ഇന്ത്യയിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആസ്ഥാനമായ പട്ടണമാണ് ഏത്? ഗോവ. കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയത് നുനോഡ കുൻഹയാണ് കേട്ടോ. നുനോഡ കുൻഹയാണ്. പക്ഷേ PSCയുടെ ഉത്തരപ്രകാരം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽബുക്കർക്കാണ്. അപ്പോൾ PSCയുടെ ആൻസർ തന്നെ പഠിച്ചേക്കുക, അൽബുക്കർക്കാണ്. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയത് അൽബുക്കർക്കാണ്. കൂടെ എന്ന് കൂടി ഓർത്ത് നോക്കുക, റിയൽ ആയിട്ട് മാറ്റിയ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നുനോഡ കുൻഹയാണ്. നുനോഡ കുൻഹയാണ്. പക്ഷെ PSCക്കാരുടെ ആൻസർ അൽബുക്കർക്ക് തന്നെയാണ്. ഇനി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം ഏതാന്ന് വെച്ചാൽ ഏതാ? കൊച്ചിയായിരുന്നു കേട്ടോ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയായിരുന്നു. പിന്നീട് പിൽക്കാലത്ത് ഏതായി? ഗോവയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഈ അൽബുക്കർക്കിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. 1. മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചു. മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാ? അൽബുക്കർക്കാണ്. ഗോവയിൽ സതി നിരോധിച്ചു. ഗോവയിൽ സതി നിരോധിച്ചു. നാണയ സമ്പ്രദായം ഏർപ്പെടുത്തി. നാണയ സമ്പ്രദായം ഏർപ്പെടുത്തി. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യക്കാർക്ക് യൂറോപ്യൻ സൈനിക മാതൃകയിൽ പരിശീലനം നൽകുകയും ചെയ്തു. ഇതായിരുന്നു അൽബുക്കർക്കിന്റെ ഭരണപരിഷ്കാരങ്ങൾ. ഏതൊക്കെയാ? 1. മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചു. ഗോവയിൽ സതി നിരോധിച്ചു. നാണയ സമ്പ്രദായം ഏർപ്പെടുത്തി. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യക്കാർക്ക് യൂറോപ്യൻ സൈനിക മാതൃകയിൽ പരിശീലനം നൽകുകയും ചെയ്തു. ഇനി ഭാരതീയ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചതാണ് മിശ്ര കോളനി സമ്പ്രദായം എന്ന് പറയുന്നത് കേട്ടോ. മിശ്ര കോളനി സമ്പ്രദായം അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ഒന്നായിരുന്നു മിശ്ര കോളനി സമ്പ്രദായം. അതായത് മിശ്ര കോളനി സമ്പ്രദായം എന്ന് പറയുന്നത് ഭാരതീയ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുന്ന സംഭവമാണ് ഇത് മിശ്ര കോളനി സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ സമ്പ്രദായത്തിൽ സ്ത്രീകൾക്ക് എല്ലാവിധ അവകാശങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ സമ്പ്രദായത്തിൽ എന്താ? സ്ത്രീകൾക്ക് എല്ലാവിധ അവകാശങ്ങളും നൽകിയിട്ടുണ്ട്. ഇനി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവ, ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലിയാണ് കേട്ടോ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളാണ് ഏതൊക്കെ? ഗോവ, ദാമൻ ദിയു, അതുപോലെ ദാദ്ര നഗർ ഹവേലി. ഇനി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ വ്യാപാര കേന്ദ്രങ്ങൾ പ്രധാന കോളനികളാണ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെ? ഗോവ, ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി.
ഇനി ഇവരുടെ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാമന്തിയു, ബോംബെ, സാൽനെറ്റ്, സാൻതോമ്, ഹുഗ്ലി. ഓക്കെ, പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ വ്യാപാര കേന്ദ്രങ്ങളാണ് ഏതൊക്കെ? ദാമന്തിയു, ബോംബെ, സാൽസെറ്റ്, സാൻതോമ്, ഹുഗ്ലി. ഇനി കൊച്ചി കോഴിക്കോട് യുദ്ധം നടന്ന വർഷം ഏതാന്ന് ചോദിച്ചാൽ 1503 മാർച്ച് 1 കേട്ടോ. കോഴിക്കോടും കൊച്ചിയും തമ്മിൽ യുദ്ധം നടന്ന വർഷം ഓർത്തു വെക്കുക, 1503 മാർച്ച് 1. 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി അറിയപ്പെടുന്നതാണ് കണ്ണൂർ സന്ധി. 1513 പോർച്ചുഗീസുകാർക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ടതെന്ന് അൽബുക്കർക്കാണ് കേട്ടോ. 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണേത്? കണ്ണൂർ സന്ധി. 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണേത്? കണ്ണൂർ സന്ധി. ഇനി ഇന്ത്യയിൽ വെച്ച് അന്തരിച്ച ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? അൽബുക്കർക്ക് തന്നെയാണ്. വർഷം ഓർത്തു വെക്കുക, 1515 ഇന്ത്യയിൽ വെച്ച് അന്തരിച്ച ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? അൽബുക്കർക്കാണ്. വർഷം ഓർത്തു വെക്കുക, 1515. നമ്മൾ പോർച്ചുഗീസുകാരെ പഠിക്കേണ്ട ഒരു വിഭാഗമാണ് കുഞ്ഞാലി മരക്കാന്മാരെ കുറിച്ച് കേട്ടോ. കുഞ്ഞാലി മരക്കാന്മാരെ കുറിച്ച് അല്ലേ? ആരായിരുന്നു കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്? കോഴിക്കോട്ടെ സാമൂതിരി അല്ലെ, സാമൂതിരി രാജാവിന്റെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു ആര്? കുഞ്ഞാലി മരക്കാർ. കോഴിക്കോട്ടെ സാമൂതിരി രാജാവിന്റെ നാവികപ്പടയുടെ തലവനായിരുന്നു ആര്? കുഞ്ഞാലി മരക്കാർ. ഇനി കുഞ്ഞാലി മരക്കാന്മാരുടെ ആസ്ഥാനം എവിടെയാന്ന് വെച്ചാൽ എവിടെയാ? കോട്ടക്കൽ അല്ലെ, കോട്ടക്കലം അല്ലെങ്കിൽ പുതുപ്പണം കോട്ടയാണ് കേട്ടോ. കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം എവിടെയാന്ന് വെച്ചാൽ കോട്ടക്കലാണ്. കോട്ടക്കൽ എവിടെയാ? പുതുപ്പണം കോട്ട അല്ലെങ്കിൽ പുതുപ്പണം കോട്ട എന്നോ അല്ലെങ്കിൽ കോട്ടക്കൽ എന്നോ പറഞ്ഞാൽ മതി. ഇനി പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരക്കാർമാർ സ്വീകരിച്ച യുദ്ധമുറ ഏതാ? നാവിക ഗറില്ല യുദ്ധമുറകളാണ്. ഒളിപ്പേരെന്നറിയപ്പെടുന്ന ഗറില്ല യുദ്ധമുറകളായിരുന്നു പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരക്കാർമാർ സ്വീകരിച്ച യുദ്ധമുറ എന്ന് പറയുന്നത്. അതായത് അടിച്ചിട്ട് കടന്നു കളയുക എന്ന കുഞ്ഞാലി മരക്കാരുടെ സമരതന്ത്രം ആവിഷ്കരിച്ചത് ആരാന്ന് വെച്ചാൽ ആരാ? കുട്ടി അഹമ്മദ് അലിയാണ് കേട്ടോ. അടിച്ചിട്ട് കടന്നു കളയുക എന്ന കുഞ്ഞാലിമാരുടെ സമരതന്ത്രം ആവിഷ്കരിച്ച വ്യക്തി ആരാന്ന് വെച്ചാൽ ആരാ? കുട്ടി അഹമ്മദ് അലിയാണ് കേട്ടോ. കുട്ടി അഹമ്മദ് അലി, അതായത് കുഞ്ഞാലി ഒന്നാമൻ. കുഞ്ഞാലി ഒന്നാമന്റെ പേരാണെന്ത്? കുട്ടി അഹമ്മദ് അലി അല്ലെങ്കിൽ കുട്ടി അലി, കുട്ടിയാലി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാ? കുഞ്ഞാലി ഒന്നാമൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞാലി രണ്ടാമൻ അറിയപ്പെടുന്നത് എന്താ? കുട്ടി പോക്കർ അലിയാണ് കേട്ടോ. കുട്ടി പോക്കർ അലി. രണ്ടാമത്തെ ആളാരാ? കുട്ടി പോക്കർ അലി. കുഞ്ഞാലി മൂന്നാമൻ ആരാ? പട്ടുമരക്കാർ എന്നും പടുമരക്കാർ എന്നും അറിയപ്പെടുന്ന ആരാ? കുഞ്ഞാലി മൂന്നാമനാണ്. കുഞ്ഞാലി മൂന്നാമൻ അറിയപ്പെടുന്നത് എന്താ? പട്ടുമരക്കാർ അല്ലെങ്കിൽ പടമരക്കാർ. കുഞ്ഞാലി നാലാമൻ അറിയപ്പെടുന്നത് എന്താ? മുഹമ്മദ് അലി മരക്കാർ കേട്ടോ. കുഞ്ഞാലി നാലാമൻ അറിയപ്പെടുന്നത് എന്താ? മുഹമ്മദ് അലി മരക്കാറാണ്. അപ്പം അടിച്ചിട്ട് കടന്നു കളയുക എന്ന കുഞ്ഞാലിമാരുടെ സമരതന്ത്രം ആവിഷ്കരിച്ചത് ആരാ? കുട്ടി അഹമ്മദ് അലി. ആരതാ? കുഞ്ഞാലി ഒന്നാമന്റെ യഥാർത്ഥ പേരാണെന്ത്? കുട്ടി അഹമ്മദ് അലി. കുഞ്ഞാലി രണ്ടാമന്റെ പേരാണ് കുട്ടി പോക്കർ അലി. മൂന്നാമന്റെ പേര് പട്ടുമരക്കാർ അല്ലെങ്കിൽ പടമരക്കാർ. കുഞ്ഞാലി നാലാമന്റെ പേരാണ് മുഹമ്മദ് അലി മരക്കാർ. ഇനി ഇന്ത്യൻ തീരത്ത് നാവികസേന രൂപീകരിച്ച ആരാന്ന് വെച്ചാൽ ആരാ? കുഞ്ഞാലി രണ്ടാമനാണ് കേട്ടോ. ഇന്ത്യൻ തീരത്ത് ആദ്യമായിട്ട് നാവികസേന രൂപീകരിച്ചതാരാ? കുഞ്ഞാലി രണ്ടാമനാണ്. മരക്കാർ കോട്ട അല്ലെങ്കിൽ പുതുപ്പണം കോട്ട എന്തായിരുന്നു നമ്മൾ പറഞ്ഞു? എന്തായിരുന്നു? കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനമാണ് ഏത്? മരക്കാർ കോട്ട അല്ലെങ്കിൽ പുതുപ്പണം കോട്ട എന്ന് പറയുന്നത്. നിർമ്മിച്ചത് ആരാന്ന് വെച്ചാൽ ആരാ? കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് കേട്ടോ. കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. മരക്കാർ കോട്ട അല്ലെങ്കിൽ പുതുപ്പണം കോട്ട നിർമ്മിച്ചത് ആരാന്ന് വെച്ചാൽ ആരാ? കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. കുഞ്ഞാലി മരക്കാർമാരുടെ ആക്രമണം നേരിടാനായിട്ട് 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായിട്ട് 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ഇത്? ചാലിയം കോട്ട. ചാലിയം കോട്ട സ്ഥിതി ചെയ്യുന്ന നദീമുഖമാണ് ഇത്? ബേപ്പൂർ കേട്ടോ. ചാലിയം കോട്ട സ്ഥിതി ചെയ്യുന്ന നദീമുഖമാണ് ഇത്? ബേപ്പൂർ. അപ്പോൾ കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായിട്ട് 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ഇത്? ചാലിയം കോട്ട. ചാലിയം കോട്ട സ്ഥിതി ചെയ്യുന്ന നദീമുഖമാണ് ഇത്? ബേപ്പൂർ. ചാലിയം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് ഗവർണർ ആരാന്ന് വെച്ചാൽ നുനോഡ കുൻഹയാണ് കേട്ടോ. ചാലിയം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് ഗവർണറാണ് ആര്? നുനോഡ കുൻഹ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ഏത്? ചാലിയം കോട്ട. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ
പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ഇത് ചാലിയം കോട്ട. ചാലിയം കോട്ട സ്ഥിതി ചെയ്യുന്ന നദീമുഖമാണ് ബേപ്പൂര്. ചാലിയം കോട്ട ആരാ നിർമ്മിച്ചത്? കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായിട്ട് 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ഇത് ചാലിയം കോട്ട. ഇനി 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്ത വ്യക്തിയാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട പിടിച്ചെടുത്ത ആരാ? കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. ഇനി ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ചത് കുഞ്ഞാലി മരക്കാർ നാലാമനാണ് കേട്ടോ. ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ചത് ആരാ? കുഞ്ഞാലി മരക്കാർ നാലാമനാണ്. കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1600 കേട്ടോ. കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ച വർഷം ഓർത്തു വെക്കുക, 1600. ഇനി കുഞ്ഞാലിമാരുടെ സ്മരണക്കായിട്ട് നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി മുംബൈ. INS കുഞ്ഞാലി മുംബൈ എവിടെയാ? കുഞ്ഞാലിമാരുടെ സ്മരണക്കായിട്ട് നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് ഇത് INS കുഞ്ഞാലി. എവിടെയാ? മുംബൈയിലാണ്. കുഞ്ഞാലി മരക്കാർമാരുടെ നാലാമന്റെ സ്മരണാർത്ഥമാണ് ഇത് അങ്ങനെ പേര് നൽകിയത് കേട്ടോ. ഇനി കുഞ്ഞാലിമാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഓർത്തു വെക്കുക, 2000 കേട്ടോ. കുഞ്ഞാലിമാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ്, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ കുഞ്ഞാലിമാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഓർത്തു വെക്കുക, 2000. ഇനി കുഞ്ഞാലിമരക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇരിങ്ങലാണ് കേട്ടോ. വടകരയിലെ ഇരിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുഞ്ഞാലിമരക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ചതാരാ? കുഞ്ഞാലിമരക്കാർ നാലാമനാണ്. കുഞ്ഞാലിമരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ച വർഷം ഏതാ? 1600. കുഞ്ഞാലിമാരുടെ സ്മരണക്കായിട്ട് നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി മുംബൈയാണ്. ആരുടെ പേരിലാ? കുഞ്ഞാലി നാലാമന്റെ സ്മരണാർത്ഥമാണ് പേര് നൽകിയത്. കുഞ്ഞാലിമാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം ഏതാ? 2000. കുഞ്ഞാലിമരക്കാർ മ്യൂസിയം എവിടെയാ? വടകരയിലെ ഇരിങ്ങലിലാണ്. ഇനി കോഴിക്കോട് തുറമുഖത്തിന്റെ വാണിജ്യ ആധിപത്യം പോർച്ചുഗീസുകാർ നേടിയെടുത്ത ഒരു സന്ധിയുണ്ട്, അത് ഓർത്തു വെക്കുക, പൊന്നാനി സന്ധിയാണ് കേട്ടോ. കോഴിക്കോട് തുറമുഖത്തിന്റെ വാണിജ്യ ആധിപത്യം പോർച്ചുഗീസുകാർ നേടിയെടുത്ത സന്ധിയാണ് പൊന്നാനി സന്ധി എന്ന് പറയുന്നത്. അതുപോലെ പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധി ഒപ്പുവെച്ച വർഷം ഏതാണെന്ന് വെച്ചാൽ 1540 കേട്ടോ. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ നടന്ന പൊന്നാനി സന്ധി 1540. എന്തിനു വേണ്ടിയിട്ടാണ് പൊന്നാനി സന്ധി? കോഴിക്കോട് തുറമുഖത്തിന്റെ വാണിജ്യ ആധിപത്യം പോർച്ചുഗീസുകാർ നേടിയെടുക്കുന്നത് ഏതിലൂടെയാ? പൊന്നാനി സന്ധിയിലൂടെയാണ്. പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ എന്ന ബഹുമതി ലഭിച്ച ഭരണാധികാരി ആരാന്ന് വെച്ചാൽ പുറക്കാട് രാജാവാണ്. പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ എന്ന ബഹുമതി ലഭിച്ച ഭരണാധികാരിയാണ് ആര്? പുറക്കാട് രാജാവ്. അതുപോലെ ഈ പോർച്ചുഗീസുകാരെ പഠിക്കേണ്ട ഒരു വ്യവസ്ഥയുണ്ട്, അതായത് കാർട്ടസ് വ്യവസ്ഥ. എന്താ ഈ കാർട്ടസ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായിട്ട് മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ്സാണ് കാർട്ടസ് എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളുമായിട്ട് മറ്റ് കപ്പലുകൾ, വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ്സാണ് ഇത് കാർട്ടസ് എന്ന് പറയുന്നത്. ഇനി കപ്പലിന്റെ വലിപ്പം, കപ്പിത്താന്റെയും, അതായത് ഈ കാർട്ടസിൽ കപ്പലിന്റെ വലിപ്പം അതുപോലെ കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിന്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം എന്നീ വിവരങ്ങൾ എന്ത് ചെയ്യണം? ഈ കാർട്ടസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാ? കപ്പലിന്റെ വലിപ്പം, കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിന്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം എന്നീ വിവരങ്ങൾ എന്ത് ചെയ്യും? കാർട്ടസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടിയിട്ട് ജീവനക്കാരെ കൊല്ലുകയോ അല്ലെങ്കിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടിയിട്ട് ജീവനക്കാരെ കൊല്ലുകയോ അല്ലെങ്കിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. അപ്പോൾ കാർട്ടസ് വ്യവസ്ഥ എന്താ? പോർച്ചുഗീസുകാരാണ് നടപ്പിലാക്കിയെന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായിട്ട് മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ്സാണ് ഇത് കാർട്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡച്ചുകാരാണ് കേട്ടോ. ഡച്ചുകാരെ കുറിച്ച് നോക്കിയാലോ നമുക്ക്.
അപ്പോൾ ഇനി അടുത്തത് ഡച്ചുകാരെ പറ്റിയാണ്. ഈ ഡച്ചുകാരുടെ ഭരണസമിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 17 ഡയറക്ടർമാരുടെ ഒരു സമിതിയായിരുന്നു ഈ ഭരണം നടത്തിപ്പോകുന്നത് കേട്ടോ. 17 ഡയറക്ടർമാരുടെ ഒരു സമിതിയായിരുന്നു ഭരണം നടത്തിയത്. അതായത് ബത്തേവിയിലെ ഗവർണർ ജനറലിൻ കൗൺസിലിന്റെ മേൽനോട്ടത്തിലായിരുന്നു പൗരസ്ത്യ ദിക്കിലെ ഡച്ച് പ്രദേശങ്ങൾ കേട്ടോ. ബത്തേവിയിലെ ഗവർണർ ജനറലിൻ കൗൺസിലിന്റെ മേൽനോട്ടത്തിലായിരുന്നു പൗരസ്ത്യ ദിക്കിലെ ഡച്ച് പ്രദേശങ്ങൾ. ഈ കൊച്ചി ആസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ചീഫ് കമാൻഡറും കൗൺസിലുമാണ് കേരളത്തിലെ അവരുടെ സ്ഥലങ്ങൾ ഭരിച്ചിരുന്നത്. ഇത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ നൽകാൻ പറ്റിയ സാധനമായിരിക്കും. കൊച്ചി ആസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ചീഫ് കമാൻഡറും കൗൺസിലുമാണ് കേരളത്തെ അവരുടെ സ്ഥലങ്ങൾ ഭരിച്ചിരുന്നത്. ഒരു ചീഫ് അഡ്മിനിസ്ട്രേറ്റർ കമ്പനിയുടെ വാണിജ്യ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നു. ഒരു ചീഫ് അഡ്മിനിസ്ട്രേറ്റർ കമ്പനിയുടെ വാണിജ്യ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നു. ഡച്ച് കമ്പനിക്ക് വാണിജ്യ കാര്യങ്ങളിൽ കയറ്റുമതിക്കും അതുപോലെ ഇറക്കുമതിക്കും എന്തുണ്ടായിരുന്നു? 2 മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ഡച്ച് കമ്പനിക്ക് വാണിജ്യ കാര്യങ്ങളിൽ കയറ്റുമതിക്കും അതുപോലെ ഇറക്കുമതിക്കും 2 മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ഇനി പോർച്ചുഗീസുകാരുടെ പോലെ അന്തമൊന്നും ആയിരുന്നില്ലായിരുന്നു ഡച്ചുകാരുടെ മതനയം എന്ന് പറയുന്നത്. അതായത് പോർച്ചുഗീസുകാരുടേതുപോലെ അന്തമായിരുന്നില്ല എന്ത്? ഡച്ചുകാരുടെ മതനയം. ഈ മതസമീപനം സഹിഷ്ണുതാപരവും അതുപോലെ ഉദാരവുമായിരുന്നു ആരത്? ഡച്ചുകാരുടേത്. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ട് കൊല്ലം പിടിച്ചെടുത്ത വർഷം ചോദിക്കാറുണ്ട്. 1658 കേട്ടോ. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൊല്ലം പിടിച്ചെടുത്ത വർഷം ഏതാ? 1658. ഡച്ചുകാർ പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്തത് 1661 കേട്ടോ. ഡച്ചുകാർ പള്ളിപ്പുറം കോട്ട പിടിച്ചെടുക്കുന്നത് ഏതാ വർഷം? 1661. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് അഴീക്കോട് സന്ധി 1661. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണേത്? അഴീക്കോട് സന്ധി. വർഷം ഏതാ? 1661. ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൊച്ചി പിടിച്ചെടുത്ത വർഷം ഏതാ? 1663. കൊല്ലം പിടിച്ചെടുത്ത വർഷം 1658. കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാന്ന് വെച്ചാൽ അഡ്മിറൽ വാൻ ഗുയിൻസ് ആണ് കേട്ടോ. അഡ്മിറൽ വാൻ ഗുയിൻസ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡച്ച് അഡ്മിറൽ ആരാന്ന് വെച്ചാൽ അഡ്മിറൽ വാൻ ഗുയിൻസ് ആണ്. അതുപോലെ തന്നെ ഡച്ചുകാർ ചേറ്റുവ പ്രദേശം സാമൂതിരിക്ക് വിട്ടുകൊടുത്ത യുദ്ധമാണ് വെട്ടം യുദ്ധം 1691 കേട്ടോ. അപ്പം വെട്ടം യുദ്ധം ആരൊക്കെ തമ്മില? സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ഇത് വെട്ടം യുദ്ധം. വർഷം ഓർത്തു വെക്കുക, 1691. അപ്പം ഡച്ചുകാർ ചേറ്റുവ പ്രദേശം സാമൂതിരിക്ക് വിട്ടുകൊടുത്ത യുദ്ധമാണിത് വെട്ടം യുദ്ധം. വർഷം 1691. ഇത്രേ എന്തുള്ളൂ ഡച്ചുകാരെ കുറിച്ച് പഠിക്കാനുള്ളൂ. ഇനി അടുത്തത് ഫ്രഞ്ചുകാരെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു? പുതുച്ചേരിയാണ് കേട്ടോ. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയാ? പുതുച്ചേരിയാണ്. പുതുച്ചേരി, മാഹി എന്നിവ എന്തായിരുന്നു? പാരീസ് ഉടമ്പടി പ്രകാരം ഫ്രഞ്ചുകാർക്ക് ലഭിക്കുകയാണ് ചെയ്തത് കേട്ടോ. പുതുച്ചേരി, മാഹി എന്നിവ പാരീസ് ഉടമ്പടി പ്രകാരമാണ് ആർക്ക് ലഭിക്കുന്നത്? ഫ്രഞ്ചുകാർക്ക് ലഭിക്കുന്നത്. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളാണ് മാഹി, യാനം, പുതുച്ചേരി, ചന്ദ്രനഗർ, കാരക്കൽ. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളാണ് ഇത് മാഹി, യാനം, പുതുച്ചേരി, ചന്ദ്രനഗർ, കാരക്കൽ. ഇനി ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിലെ പ്രദേശമാണ് മാഹി. ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിലെ പ്രദേശമാണ് ഏത്? മാഹി. ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ വാണ്ടിവാഷ് യുദ്ധമാണ് 1760 കേട്ടോ. ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധമാണേത്? വാണ്ടിവാഷ് യുദ്ധം 1760. അപ്പോൾ വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം ചോദിക്കാറുള്ളതാണ്. 1760 വാണ്ടിവാഷ് യുദ്ധം നടക്കുന്നത്. അങ്ങനെ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം ഏതാ? 1954. 1954 ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട് പോകുന്നത്. അപ്പോൾ ഫ്രഞ്ചുകാരെ കുറിച്ച് ഒന്നും കൂടി പറയാം. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ തലസ്ഥാനം ഏതായിരുന്നു? പുതുച്ചേരിയാണ്. പുതുച്ചേരി, മാഹി എന്നിവ
ഏത് ഉടമ്പടി പ്രകാരം ഫ്രഞ്ചുകാർക്ക് ലഭിക്കുന്നത്? പാരീസ് ഉടമ്പടി പ്രകാരമാണ് ഫ്രഞ്ചുകാർക്ക് ലഭിക്കുന്നത്. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു മാഹി, യാനം, പുതുച്ചേരി, ചന്ദ്രനഗർ, കാരക്കല്. ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിലെ പ്രദേശമാണ് ഇത് മാഹി എന്ന് പറയുന്നത്. ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധമേതാ? 1760 വാണ്ടിവാഷ് യുദ്ധമാണ്. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷമാണിത് 1954. ഇനി നമ്മൾ ബ്രിട്ടീഷുകാരെ കുറിച്ച് നോക്കിയാലോ. ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരനാരാ? മാസ്റ്റർ റാൽഫിച്ച് ആണ് അല്ലെ. മാസ്റ്റർ റാൽഫിച്ച് കേരളത്തിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരനാണ് ആര്? മാസ്റ്റർ റാൽഫിച്ച്. മാസ്റ്റർ റാൽഫിച്ച് അറിയപ്പെടുന്നത് എന്താ? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന ആരാ? മാസ്റ്റർ റാൽഫിച്ച് ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് സാമൂതിരിയെ സന്ദർശിച്ച വർഷം ഏതാ? 1615 കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് സാമൂതിരിയെ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് ക്യാപ്റ്റൻ കീലിംഗ്. വർഷം ഓർത്തു നോക്കുക, 1615. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് ക്യാപ്റ്റൻ കീലിംഗ് സാമൂതിരിയെ സന്ദർശിച്ച വർഷം ഏതാന്ന് വെച്ചാൽ 1615. എന്നാൽ കേരളത്തിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരനാണ് ആര്? മാസ്റ്റർ റാൽഫിച്ച്. മാസ്റ്റർ റാൽഫിച്ച് അറിയപ്പെടുന്ന പേരാണ് എന്ത്? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ. കേരളത്തിന്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാന്ന് വെച്ചാൽ ഇംഗ്ലണ്ട് ആണ് കേട്ടോ. ഇംഗ്ലണ്ടിനെയാണ് കേരളത്തിന്റെ ചരിത്രരേഖകളിൽ ഷീമ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഷീമ, കേരളത്തിന്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഇത് ഇംഗ്ലണ്ട്. ഇനി ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായിട്ട് പണ്ടകശാല സ്ഥാപിച്ചത് എവിടെയാന്ന് വെച്ചാൽ വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞത്താണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായിട്ട് പണ്ടകശാല സ്ഥാപിച്ചത് എവിടെയാ? വിഴിഞ്ഞത്താണ്. വർഷം ഓർത്തു നോക്കുക, 1644 ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായിട്ട് പണ്ടകശാല സ്ഥാപിച്ചത് വിഴിഞ്ഞത്താണ്. വർഷം 1644. കേരളത്തിലെ പ്രധാന പണ്ടകശാലകളാണ് തലശ്ശേരി, ആറ്റിങ്ങൽ, വിഴിഞ്ഞം, അഞ്ചുതെങ്ങ്. തലശ്ശേരി, ആറ്റിങ്ങൽ, വിഴിഞ്ഞം, അഞ്ചുതെങ്ങ് കേരളത്തിലെ പ്രധാന പണ്ടകശാലകൾ ഏതൊക്കെയാ? തലശ്ശേരി, ആറ്റിങ്ങൽ, വിഴിഞ്ഞം, അഞ്ചുതെങ്ങ്. വേണാട്ടിലുണ്ടായിരുന്ന പാണ്ഡകശാല പണിതത് 1673 കേട്ടോ. വേണാട്ടിലൊരു പ്രധാനപ്പെട്ട പണ്ടകശാല പണിത വർഷം ഓർത്തു വെക്കുക, 1673. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായിട്ട് കോട്ട സ്ഥാപിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ 1695 അഞ്ചുതെങ്ങ് കോട്ടയാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ കോട്ട. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായിട്ട് കോട്ട സ്ഥാപിച്ചത് എവിടെയാണ്? അഞ്ചുതെങ്ങിലാണ്. 1695 അഞ്ചുതെങ്ങ് കോട്ട. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ഏതാ? അഞ്ചുതെങ്ങ് കലാപം 1697. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപമാണ് ഇത് അഞ്ചുതെങ്ങ് കലാപം 1697. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപമാണ് ഇത് അഞ്ചുതെങ്ങ് കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ഏത് തന്നെയാ? അഞ്ചുതെങ്ങ് കലാപം. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് ഇത് അഞ്ചുതെങ്ങ് കലാപം. അപ്പൊ അഞ്ചുതെങ്ങ് കലാപത്തിന് കാരണം എന്താണെന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാർ കുരുമുളകിന്റെ വ്യാപാര കുത്തക സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് ഇത് അഞ്ചുതെങ്ങ് കലാപം. വർഷമേത 1697. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് വെച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. 1721 കേട്ടോ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണിത് ആറ്റിങ്ങൽ കലാപം. വർഷം ഓർത്തു വെക്കുക, 1721. ഇനി മലബാർ, കൂർഗ് മേഖലകളിൽ ബ്രിട്ടീഷുകാർക്ക് അധികാരം ലഭിച്ച ഉടമ്പടിയാണ് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി കേട്ടോ. മലബാർ, കൂർഗ് മേഖലകളിൽ ബ്രിട്ടീഷുകാർക്ക് അധികാരം ലഭിച്ച ഉടമ്പടിയാണ് ഏത്? ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഞ്ചരക്കണ്ടിയിൽ സുഗന്ധ സസ്യങ്ങളുടെ അതായത് കറുവാത്തോട്ടം കൃഷി ആരംഭിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1767 കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഞ്ചരക്കണ്ടിയിൽ സുഗന്ധ സസ്യങ്ങളുടെ കൃഷി ആരംഭിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1767. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖലയാണ് മലബാർ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖലയാണ് ഇത് മലബാർ. ബ്രിട്ടീഷ് റെസിഡന്റുമാരുടെ
പരോക്ഷമായിട്ട് ഭരണം നടത്തിയ കേരളത്തിലെ പ്രദേശങ്ങളാണ് കൊച്ചിയും തിരുവിതാംകൂറും കേട്ടോ. അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാർ. ബ്രിട്ടീഷ് റെസിഡന്റുമാരുടെ പരോക്ഷമായിട്ട് ഭരണം നടത്തിയ കേരളത്തിലെ പ്രദേശങ്ങളാണ് കൊച്ചിയും തിരുവിതാംകൂറും. ഇനി നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ സ്ഥാപിച്ച വർഷങ്ങൾ നോക്കിയാലോ. ആദ്യമായിട്ട് ബ്രിട്ടൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാ? 1600 കേട്ടോ. 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാ? 1600. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്ന വർഷം 1602 കേട്ടോ. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്ന വർഷം ഏതാ? 1602. ഇനി ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്ന വർഷം 1616. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്ന വർഷം 1616. ഇനി പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്ന വർഷം 1628. 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്ന വർഷം ഓർത്തു വെക്കുക, 1664 കേട്ടോ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാ വർഷം? 1664. അപ്പോൾ 1600 ബ്രിട്ടീഷുകാർ, 1602 ഡച്ചുകാർ, 1616 ഡെൻമാർക്ക്, 1628 പോർച്ചുഗീസ്, 1664 ഫ്രഞ്ചുകാർ. ഓക്കെ, ഇതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ രൂപപ്പെട്ട വർഷം. ഇനി യൂറോപ്യന്മാരുടെ കുറച്ച് സംഭാവനകളോട് നോക്കിയാൽ നമുക്ക്. ആദ്യം പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം നമ്മൾ പറഞ്ഞായിരുന്നു. ഏതായിരുന്നു? 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത്. കാപ്യ, അതായത് പോർച്ചുഗീസുകാർ കാപ്യ എന്ന് വിളിച്ചിരുന്ന സ്ഥലം ഏതാന്ന് വെച്ചാൽ കാപ്പാടാണ് കേട്ടോ. കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം ഏതാ? കാപ്പാടാണ്. അതുപോലെ കലേക്കൂത്ത് എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം ഏതാന്ന് വെച്ചാൽ അത് കോഴിക്കോടാണ് കേട്ടോ. കലേക്കൂറ്റ് എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം ഏതാ? കോഴിക്കോട്. കാപ്യ എന്ന് വിളിച്ചത് ഏതാ? കാപ്പാട്. കലേക്കുറ്റ് എന്ന് വിളിച്ചതാരാ? പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകം എന്ന ക്രിസ്തീയ കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചതാരാ? പോർച്ചുഗീസുകാരാണ് അല്ലേ. ചവിട്ടുനാടകം എന്ന ക്രിസ്തീയ കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചതാരാ? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ശാസ്ത്രീയ രീതിയിലുള്ള കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചത്. ഇന്ത്യയിൽ ശാസ്ത്രീയ രീതിയിലുള്ള കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുന്നതാരാ? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ശാസ്ത്രീയ രീതിയിലുള്ള കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുന്നതാരാ? പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, പേരക്ക, കശുവണ്ടി, പുകയില, മരച്ചീനി, വറ്റൽമുളക് ഇതൊക്കെ കൊണ്ടുവന്നതാരാ? പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, പേരക്ക, കശുവണ്ടി, പുകയില, മരച്ചീനി ഇതൊക്കെ കൊണ്ടുവരുന്നതാരാ? വറ്റൽമുളക് ഇതൊക്കെ കൊണ്ടുവരുന്നതാരാ? ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരുടെ ഏറ്റവും വലിയ വേറൊരു സംഭാവനയാണ് മാനുവൽ കോട്ട എന്ന് പറയുന്നത് അല്ലേ. മാനുവൽ കോട്ട 1503 കൊച്ചിയിലാണ് യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയായിരുന്നു ഇത്, മാനുവൽ കോട്ട അല്ലെ. 1503 സെപ്റ്റംബർ 27 ഇത് തറക്കല്ലിട്ട് ഇന്ത്യയിൽ യൂറോപ്യൻ മാതൃകയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് ഇത്, മാനുവൽ കോട്ട. മാനുവൽ കോട്ടയുടെ മറ്റു പേരുകൾ നമ്മൾ പറഞ്ഞായിരുന്നു. എന്താ? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, കൊച്ചിൻ കോട്ട അല്ലേ. ഇതൊക്കെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? മാനുവൽ കോട്ട അറിയപ്പെടുന്ന പേരുകളാണ് അല്ലേ. പോർച്ചുഗീസുകാർ കണ്ണൂർ ജില്ലയിൽ പണി കഴിപ്പിച്ച കോട്ട ഏതാന്ന് നമ്മൾ പറഞ്ഞു? സെന്റ് ആഞ്ചലോസ് കോട്ട അല്ലെ. 1505 ആഞ്ചലോസ് കോട്ട. 1505 ആഞ്ചലോസ് കോട്ട എവിടെയാ? കണ്ണൂരിലാണ്. തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്ന എവിടെയാ? തങ്കശ്ശേരിയിലാണ്. തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തങ്കശ്ശേരിയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിക്കുന്നത് പോർച്ചുഗീസുകാരാണ്. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിക്കുന്നതാരാ? പോർച്ചുഗീസുകാരാണ്. കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മക്ക് നിർമ്മിച്ചു നൽകിയ പാലസാണ് മട്ടാഞ്ചേരി പാലസ്. അപ്പം മട്ടാഞ്ചേരി പാലസ് ആര് തന്നെയാണ് നിർമ്മിക്കുന്നത്? പോർച്ചുഗീസുകാരെ തന്നെയാണ്. ആർക്ക് വേണ്ടിയിട്ടാ? കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മക്ക് നിർമ്മിച്ചു നൽകിയ പാലസാണ് ഇത്, മട്ടാഞ്ചേരി പാലസ് 1555. ഇനി 1663 മട്ടാഞ്ചേരി പാലസിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് ഡച്ചുകാരായതിനാൽ ഇത് ഡച്ച് കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത്. 1663 മട്ടാഞ്ചേരി പാലസിന്റെ അറ്റകുറ്റപ്പണികൾ
തീർത്തു കൊടുത്തതാരാ? ഡച്ചുകാരായിരുന്നു. അതുകൊണ്ട് ഇതെന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഡച്ച് കൊട്ടാരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നിർമ്മിക്കുന്നത് ആരാ? പോർച്ചുഗീസുകാരാണ്. ആർക്ക് വേണ്ടിയിട്ടാ? വീരകേരളവർമ്മ അല്ലെ, കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മക്ക് വേണ്ടിയിട്ടാണ് 1555 മട്ടാഞ്ചേരി പാലസ് നിർമ്മിക്കുന്നത്. അത് 1663 മട്ടാഞ്ചേരി പാലസിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്തത് ഡച്ചുകാരായിരുന്നു. അതുകൊണ്ടാണ് ഡച്ച് കൊട്ടാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പോർത്തുക ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചത് ഡച്ചുകാര്. ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചത് ഡച്ചുകാര്. ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാര്. ഇതാണ് വ്യത്യാസം. ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചതാരാ? ഡച്ചുകാരാണ്. ഡച്ച് കൊട്ടാരം പണി കഴിപ്പിക്കുന്നതാരാ? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിശാല സ്ഥാപിച്ചത് ഗോവയിലാണ് 1556 പോർച്ചുഗീസുകാര്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിശാല സ്ഥാപിച്ചതാരാ? ഗോവയിലാണ് പോർച്ചുഗീസുകാർ 1556. പോർച്ചുഗീസുകാർ കേരളത്തിൽ അച്ചടിശാല സ്ഥാപിച്ച വർഷം 1577. പോർച്ചുഗീസുകാർ കേരളത്തിൽ അച്ചടിശാല സ്ഥാപിച്ച വർഷം 1577. ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിശാല സ്ഥാപിക്കുന്നത് 1556. എവിടെയാ? ഗോവയിൽ. കേരളത്തിൽ എന്ന 1577. ആര് തന്നെയാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. പോർച്ചുഗീസുകാർ അച്ചടിശാലകൾ ആരംഭിച്ച കേരളത്തിലെ പ്രധാന സ്ഥലങ്ങളാണ് കൊച്ചിയും വൈപ്പിനും. പോർച്ചുഗീസുകാർ അച്ചടിശാല കേരളത്തിൽ ആരംഭിച്ച പ്രധാന സ്ഥലങ്ങളാണ് ഏതൊക്കെ? കൊച്ചിയും വൈപ്പിനും. ഇനി പള്ളി നിർമ്മാണത്തിൽ ഇന്ത്യയിലെ യൂറോപ്യൻ മാതൃക നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ആര് തന്നെയാ? പോർച്ചുഗീസുകാരാണ്. പള്ളി നിർമ്മാണത്തിൽ ഇന്ത്യയിൽ യൂറോപ്യൻ മാതൃക നടപ്പിലാക്കിയത് ആരാ? പോർച്ചുഗീസുകാരാണ്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക് ശൈലി. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഇത്? ഗോതിക് ശൈലി. സെന്റ് ഫ്രാൻസിസ് സേവിയർ ചോദ്യോത്തര പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. സെന്റ് ഫ്രാൻസിസ് സേവിയർ ചോദ്യോത്തര പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളി ഏതാന്ന് ചോദിച്ചാൽ ഏതാ? സെന്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് ആരാന്ന് വെച്ചാൽ കൊച്ചിയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാ? കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിക്കുന്നത് എവിടെയാ? കൊച്ചിയിലാണ്. ആദ്യമായിട്ട് ഇന്ത്യയിലെത്തുകയും അവസാനമായിട്ട് ഇന്ത്യ വിട്ടുപോവുകയും ചെയ്ത യൂറോപ്യൻ ശക്തി ഏതാ? പോർച്ചുഗീസുകാരാണ്. ആദ്യമായിട്ട് ഇന്ത്യയിലെത്തുകയും അവസാനമായിട്ട് ഇന്ത്യ വിട്ടുപോവുകയും ചെയ്ത യൂറോപ്യൻ ശക്തിയാണ് ആര്? പോർച്ചുഗീസുകാർ. ഗോവയിൽ നിന്ന് പോർച്ചുഗീസുകാരെ പുറത്താക്കിയ ഇന്ത്യൻ സൈന്യത്തിന്റെ നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ഗോവയിൽ നിന്ന് പോർച്ചുഗീസുകാരെ പുറത്താക്കിയ ഓപ്പറേഷൻ സൈന്യത്തിന്റെ നടപടിയാണ് ഇത്? ഇന്ത്യൻ സൈന്യത്തിന്റെ നടപടിയാണ് ഇത്? ഓപ്പറേഷൻ വിജയ്. വർഷം ഏതാ? 1961 അല്ലെ? 1961 ഗോവയിൽ നിന്ന് പോർച്ചുഗീസുകാരെ പുറത്താക്കിയ ഓപ്പറേഷനാണ് ഇത്? ഓപ്പറേഷൻ വിജയ്. വർഷം ഏതാ? 1961. ഇനി ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണർ ആരാന്ന് വെച്ചാൽ അന്റോണിയോ വാസെല്ലോ ഇ സിൽവയാണ് കേട്ടോ. 128ാമത്തെ ഗവർണറായിട്ട് നിയമിതനായ അന്റോണിയോ വാസെല്ലോ ഇ സിൽവയാണ് ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് ഗവർണറായിട്ട് കണക്കാക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യൻ ശക്തി ഏതാ? നമ്മുടെ പോർച്ചുഗീസുകാർ തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യൻ ശക്തി ആര് തന്നെയാണ്? പോർച്ചുഗീസുകാരാണ്. എത്ര വർഷമാണെന്നറിയോ? ഏകദേശം 463 വർഷമാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഭരണം നടത്തുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യൻ ശക്തി ആരാന്ന് വെച്ചാൽ പോർച്ചുഗീസുകാരാണ്. വർഷം ഓർത്ത് നോക്കുക, 463 വർഷമാണ്. ഇനി പോർച്ചുഗീസ് കാലത്തെ മതചരിത്രത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടൊരു സംഭവം നടന്നതാണ് ഉദയം പേരൂർ സുന്നഹദോസ് അല്ലെ? ഉദയം പേരൂർ സുന്നഹദോസ് അല്ലെ? ഒരു സുവിശേഷ സമ്മേളനം അല്ലെങ്കിൽ സുന്നഹദോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സുവിശേഷ സമ്മേളനം നടന്ന വർഷം ഏതായിരുന്നു? 1599 ജൂൺ 20 മുതൽ 1599 ജൂൺ 20 മുതൽ 26 വരെയാണ് ഉദയം പേരൂർ സുന്നഹദോസ് നടന്നത്. നടന്ന ജില്ല ഏതാ? എറണാകുളം ജില്ലയിലാണ് ഉദയം പേരൂർ സുന്നഹദോസ് നടന്നത്. വർഷം ഓർത്ത് വെക്കുക, 1599.
പോർച്ചുഗീസുകാരുടെ കാലത്ത് കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലുണ്ടായ ഒരു സുപ്രധാന സംഭവമാണ് ഇത് ഉദയംപേരൂർ സുന്നഹദോസ് എന്ന് പറയും. ഈ സുന്നഹദോസിന്റെ ലക്ഷ്യം എന്താ? കേരളത്തിലെ ക്രൈസ്തവരെ റോമൻ സഭയുടെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് ഉദയംപേരൂർ സുന്നഹദോസ് നടത്തിയത്. എന്തായിരുന്നു സുന്നഹദോസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? കേരളത്തിലെ ക്രൈസ്തവരെ റോമൻ സഭയുടെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് ഉദയംപേരൂർ സുന്നഹദോസ് നടത്തിയത്. സുന്നഹദോസിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചാൽ 813 പേരാണ്. സുന്നഹദോസിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാ? 813 സുന്നഹദോസിൽ അധ്യക്ഷ വഹിച്ചത് ആരാന്ന് വെച്ചാൽ അലക്സിസ് ഡി മെനസിസ് ആണ് കേട്ടോ. അലക്സിസ് ഡി മെനസിസ് സുന്നഹദോസിൽ അധ്യക്ഷ വഹിച്ചത് ആരാ? അലക്സിസ് ഡി മെനസിസ് ആണ്. ഇനി അടുത്തത് കൂനൻ കുരിശ് പ്രതിജ്ഞ കേട്ടോ. കൂനൻ കുരിശ് പ്രതിജ്ഞ എന്താ? കൂനൻ കുരിശ് പ്രതിജ്ഞ 1653 ഏത് കൂനൻ കുരിശ് പ്രതിജ്ഞ നടക്കുന്നത് അല്ലേ. കൂനൻ കുരിശ് പ്രതിജ്ഞക്ക് വേദിയായ സ്ഥലം എവിടെയായിരുന്നു? കേരളത്തിലെ മട്ടാഞ്ചേരിയിൽ അല്ലെ. മട്ടാഞ്ചേരിയിലാണ് കൂനൻ കുരിശ് പ്രതിജ്ഞക്ക് വേദിയാകുന്നത്. കുരിശ് പ്രതിജ്ഞയ്ക്ക് ശേഷം സുറിയാനി മെത്രോപൊലിത്തയായിട്ട് ചുമതലയേറ്റത് ആരാന്ന് വെച്ചാൽ ആർച്ച് ഡീക്കൺ തോമസ് ആണ് കേട്ടോ. ആർച്ച് ഡീക്കൺ തോമസ്. കേരളത്തിലെ മതരംഗത്തെ പോർച്ചുഗീസ് ആധിപത്യം അവസാനിക്കാൻ കാരണമായ സംഭവം ഏതാന്ന് വെച്ചാൽ ഏതാ? കൂനൻ കുരിശ് പ്രതിജ്ഞയാണ്. കേരളത്തിലെ മതരംഗത്തെ പോർച്ചുഗീസ് ആധിപത്യം അവസാനിക്കാൻ കാരണമായ സംഭവമാണേത്? കൂനൻ കുരിശ് പ്രതിജ്ഞ. ഇനി തുഫത്തുൽ മുജാഹിദീൻ നമ്മൾ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം സെക്കൻഡ് 16-ാം നൂറ്റാണ്ടിൽ അറബി ഭാഷയിൽ രചിച്ച കൃതിയാണേത്? തുഫത്തുൽ മുജാഹിദീൻ. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം സെക്കൻഡ് 16-ാം നൂറ്റാണ്ടിൽ അറബി ഭാഷയിൽ രചിച്ച കൃതിയാണ് ഇത് തുഫത്തുൽ മുജാഹിദീന്. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന അറബി കൃതിയാണ് ഇത് തുഫത്തുൽ മുജാഹിദീൻ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന അറബി കൃതിയാണ് ഇത് തുഫത്തുൽ മുജാഹിദീൻ. തൂഫ എന്ന വാക്കിനർത്ഥം സമ്മാനം അല്ലെങ്കിൽ വിജയം എന്നാട്ടോ. തൂഫ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സമ്മാനം അല്ലെങ്കിൽ വിജയം എന്നുള്ളതാണ്. മുജാഹിദീൻ എന്ന വാക്കിന്റെ അർത്ഥം പോരാളികൾ അല്ലെങ്കിൽ യോദ്ധാക്കൾ എന്നാണ്. മുജാഹിദീൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പോരാളികൾ അല്ലെങ്കിൽ യോദ്ധാക്കൾ. തൂഫ വിജയം, മുജാഹിദീൻ പോരാളികൾ. ഇനി പോർച്ചുഗീസുകാരിൽ നിന്ന് മലയാള ഭാഷ സ്വീകരിച്ച പദങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ മേസ്തിരി, സെമിത്തേരി, കപ്പിത്താൻ, കുംഭസാരം, ബെഞ്ച്, ചായ, ജനല്, ഫാക്ടറി, മേശ, കസേര, വരാന്ത, വാതില്, അലമാര, ദോശ, ചാവി, കൊന്ത, റാന്തല്, അൽത്താര മുതലായവ. ഇതൊക്കെ എന്താണ്? പോർച്ചുഗീസുകാരിൽ നിന്ന് മലയാള ഭാഷ സ്വീകരിച്ച പദങ്ങളാണ് കേട്ടോ. ഇനി അടുത്തത് ഡച്ചുകാരുടെ സംഭാവനകൾ നോക്കിയാലോ. ഇത്രയും പറഞ്ഞത് നമ്മൾ പോർച്ചുഗീസുകാരുടെ കാലത്ത് നടന്ന സംഭാവനകളാണ്. ഇനി ഡച്ചുകാരുടെ സംഭാവനകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ച വിദേശികളാണ് ഡച്ചുകാര്. ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ച വിദേശികളാണ് ആര്? ഡച്ചുകാര്. ഇന്ത്യയിൽ ഉപ്പ് നിർമ്മാണം, വസ്ത്രത്തിലെ ചായം മുക്കൽ എന്നിവ പ്രചരിപ്പിക്കുന്നത് ആരാ? ഡച്ചുകാരാണ് കേട്ടോ. ഇന്ത്യയിൽ ഉപ്പ് നിർമ്മാണം, വസ്ത്രത്തിലെ ചായം മുക്കൽ എന്നിവ പ്രചരിപ്പിച്ചത് ആരാ? ഡച്ചുകാരാണ്. കേരളത്തിൽ തെങ്ങ് കൃഷിയും അതുപോലെ നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ചത് ഡച്ചുകാരാണ്. കേരളത്തിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നത് ആരാ? ഡച്ചുകാരാണ്. കുഷ്ഠരോഗികൾക്കായിട്ട് ഡച്ചുകാർ ആശുപത്രി സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ പള്ളിപ്പുറത്താണ് കേട്ടോ. കുഷ്ഠരോഗികൾക്കായിട്ട് ഡച്ചുകാർ ഹോസ്പിറ്റൽ പണിതത് എവിടെയാ? പള്ളിപ്പുറത്താണ്. 1763 കേരളത്തിൽ കാർമലേറ്റുകൾ ആദ്യം നിർമ്മിച്ച പള്ളിയാണ് ചാത്തിയാത്ത് പള്ളി കേട്ടോ. എറണാകുളം ജില്ലയിലെ ചാത്തിയാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് 1763 കേരളത്തിൽ കാർമലേറ്റുകൾ ആദ്യമായിട്ട് പള്ളി നിർമ്മിക്കുന്നത്. ഇനി കൊച്ചിയിൽ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ച വർഷം ഏതാണെന്ന് വെച്ചാൽ 1744 കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് ഡച്ചുകാർ നിർമ്മിച്ച വർഷം 1744. ഡച്ചുകാർ നിർമ്മിച്ച പ്രധാന കോട്ടയാണ് ചേറ്റുവ കോട്ട കേട്ടോ. ഡച്ചുകാർ നിർമ്മിച്ച പ്രധാന കോട്ടയാണ് ഇത് ചേറ്റുവ കോട്ട. എവിടെയാ? തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിലാണ് കേട്ടോ. ചേറ്റുവ കോട്ട എവിടെയാ? തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിലാണ് ഡച്ചുകാർ നിർമ്മിച്ച പ്രധാനപ്പെട്ട ഒരു കോട്ടയായിട്ടുള്ള ചേറ്റുവ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇനി മൈസൂർ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ധർമ്മരാജ 1789 ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയും അതുപോലെ തന്നെ
പള്ളിപ്പുറം കോട്ടയും എന്ത് ചെയ്യുന്നുണ്ട്, വിലക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും വിലക്ക് വാങ്ങിയിട്ട് അദ്ദേഹം പണിത കോട്ടയാണ് നെടുങ്കോട്ട എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്, മൈസൂർ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ധർമ്മരാജാവ് 1789 ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയും അതുപോലെ പള്ളിപ്പുറം കോട്ടയും വിലക്ക് വാങ്ങിയാണ് നെടുങ്കോട്ട പണിതത്. ഇനി തുണികളിൽ പ്രയോഗിക്കുന്ന മെഴുക് പ്രതിരോധ ഡ്രൈയിങ് സാങ്കേതിക വിദ്യയായിട്ടുള്ള ബാത്തിക് പാറ്റേൺ ഡച്ചുകാരുടെ സംഭാവനയാണ്. തുണികളിൽ പ്രയോഗിക്കുന്ന മെഴുക് പ്രതിരോധ ഡ്രൈയിങ് സാങ്കേതിക വിദ്യയായിട്ടുള്ള ബാത്തിങ് പാറ്റേൺ ഡച്ചുകാരുടെ ഒരു സംഭാവനയാണ്. അതുപോലെ കേരളത്തിലുള്ള കത്തോലിക്കക്കാരുടെ പൗരസ്ത്യ ആസ്ഥാനമായിട്ട് വാരാപ്പുഴയാണ് കണക്കാക്കുന്നത് കേട്ടോ. കേരളത്തിലുള്ള കത്തോലിക്കക്കാരുടെ പൗരാഹിത്യസ്ഥാനമായിട്ട് വാരാപ്പുഴയാണ് കണക്കാക്കുന്നത്. ഡച്ചുകാരുടെ കീഴിലെ തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചി, കൊല്ലം, അഞ്ചുതെങ്ങ്, കുളച്ചൽ, തേങ്ങാപ്പട്ടണം കേട്ടോ. തേങ്ങാപ്പട്ടണം ഡച്ചുകാരുടെ കീഴിലെ തുറമുഖങ്ങൾ ഏതൊക്കെയാ? കൊച്ചിയുണ്ട്, കൊല്ലമുണ്ട്, അഞ്ചുതെങ്ങുണ്ട്, കുളച്ചലുണ്ട്, അതുപോലെ തേങ്ങാപ്പട്ടണം. ഇനി ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഇത് ഹോർത്തൂസ് മലബാറിക്കസ് അല്ലെ. ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്. ഇനി ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ടുള്ള ഹോർത്തൂസ് മലബാറിക്കസിൽ എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? മലബാറിലെ സസ്യജാലങ്ങളെ കുറിച്ചാണ് ഇത് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിക്കുന്നത്. എന്തേ മലബാറിലെ പൂന്തോട്ടം എന്നാണ് എന്ത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിനർത്ഥം കേട്ടോ. മലബാറിലെ പൂന്തോട്ടം എന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിന്റെ അർത്ഥം. അതുപോലെ കേരള രാമം എന്നറിയപ്പെടുന്ന ഏതാ? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. കേരള രാമം എന്നറിയപ്പെടുന്ന ഏത് തന്നെയാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. 1678 703 വരെയുള്ള കാലങ്ങളിലായിട്ട് 12 വാള്യങ്ങളിലായിട്ട് ലാറ്റിൻ ഭാഷയിൽ നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നാണ് ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നത്. 1678 മുതൽ 1703 വരെയുള്ള കാലയളവിൽ 12 വാല്യങ്ങളിലായിട്ട് ലാറ്റിൻ ഭാഷയിൽ നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ വെച്ചാണ് ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൽ മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതന്നെയാ? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാന്ന് വെച്ചാൽ ഏതാ? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാള ലിപി അച്ചടിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത് ആരാന്ന് വെച്ചാൽ ഇമ്മാനുവൽ റോയി ആണ് കേട്ടോ. ഇമ്മാനുവൽ റോയി ആണ് മലയാള ലിപി അച്ചടിക്കാൻ വേണ്ടി സഹായിച്ചത് ആരാ? ഇമ്മാനുവൽ റോയി ആണ്. ഇനി മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ വാക്ക് എന്താന്ന് വെച്ചാൽ തെങ്ങ് എന്നാണ് കേട്ടോ. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ വാക്കാണ് ഇത് തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം ഏത് തന്നെയാ? തെങ്ങ് തന്നെയാണ് അല്ലെ. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക് തന്നെ എന്താണ്? തെങ്ങാണ്. അതുപോലെ ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യമായിട്ട് പ്രതിപാദിക്കുന്ന സസ്യം ഏതാന്ന് വെച്ചാൽ ഏതാ? തെങ്ങാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ അവസാനം പ്രതിപാദിക്കുന്ന സസ്യം ഏതാ? അത് ആലാണ് കേട്ടോ. ആൽമരയില്ലേ, ആലിനെ കുറിച്ചാണ് അവസാനമായിട്ട് പ്രതിപാദിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് ആരാന്ന് വെച്ചാൽ അഡ്മിറൽ വാൻ റീഡ് ആണ് കേട്ടോ. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയത് ആരാ? അഡ്മിറൽ വാൻ റീഡ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത് ആരാന്ന് വെച്ചാൽ മാത്യൂസ് കേട്ടോ. മാത്യൂസ് കാർമലൈറ്റ് സന്യാസിയായിട്ടുള്ള മാത്യൂസ് ആണ് ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായിട്ട് സഹകരിച്ച വൈദ്യൻ ആരാന്ന് വെച്ചാൽ ഇട്ടി അച്യുതനാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച വൈദ്യനാണ് ആര്? ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായിട്ട് സഹകരിച്ച ബ്രാഹ്മണരാണ് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായിട്ട് സഹകരിച്ച ബ്രാഹ്മണനാരൊക്കെ? അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. ഈ കൃതിയിൽ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാന്ന് വെച്ചാൽ കേരള സർവകലാശാലയാണ് കേട്ടോ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്ന നേതൃത്വം നൽകിയത് ആരാ? കേരള സർവകലാശാലയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാന്ന് വെച്ചാൽ KS മണിലാലാണ്. KS മണിലാലാണ്. ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വർഷം 2020 കേട്ടോ. KS മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം ഏതാ? 2020. ഇനി ബ്രിട്ടീഷുകാർ. ഇപ്പം ഇത്രയും നേരം പറഞ്ഞ നമ്മൾ ഡച്ചുകാരുടെ സംഭാവനയായിരുന്നു. ഇനി പറയാൻ പോകുന്നത് ബ്രിട്ടീഷുകാരുടെ സംഭാവനയാണ് കേട്ടോ. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കഴിയുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ സംഭാവന: തേയില, കാപ്പി, റബ്ബർ തുടങ്ങിയ കാർഷിക വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിച്ച വിദേശികൾ ആരാന്ന് വെച്ചാൽ ആരാ? ബ്രിട്ടീഷുകാരാണ്. തേയില, കാപ്പി, റബ്ബർ തുടങ്ങിയ കാർഷിക വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിച്ചതാരാ? ബ്രിട്ടീഷുകാരാണ്. ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയിട്ട് തുറമുഖങ്ങൾ വികസിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഏതൊക്കെയാ? കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ. ഈ 3 തുറമുഖങ്ങളും വികസിപ്പിക്കുന്നതാരാ?
ബ്രിട്ടീഷുകാരാണ്. എന്തിനു വേണ്ടിയിട്ട്? ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയിട്ട് തുറമുഖങ്ങൾ വികസിപ്പിച്ച പ്രദേശങ്ങളാണ് ഇതൊക്കെ. കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ. 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത ബേപ്പൂർ മുതൽ തിരൂർ വരെ ആരാ നിർമ്മിക്കുന്നത്? ബ്രിട്ടീഷുകാരാണ്. 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത ബേപ്പൂർ മുതൽ തിരൂർ വരെ ബ്രിട്ടീഷുകാരാണ് നിർമ്മിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാന്ന് വെച്ചാൽ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാ? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് ആരാന്ന് വെച്ചാൽ അർണോസ് പാതിരിയാണ് കേട്ടോ. മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് ആരാ? അർണോസ് പാതിരിയാണ്. അപ്പം വ്യാകരണ ഗ്രന്ഥാര ആഞ്ചലോസ് ഫ്രാൻസിസ്, നിഘണ്ടുവാര മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടുവാര അർണോസ് പാതിരി. ഇനി ടിപ്പുവിന്റെ മലബാർ ആക്രമണം. ടിപ്പുവിന്റെ കേരളത്തിലെ ആസ്ഥാനം എവിടെയായിരുന്നു? ഫറോക്ക് അല്ലേ. കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് എന്ന് പറയുന്ന സ്ഥലമായിരുന്നു ടിപ്പുവിന്റെ കേരളത്തിലെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഫറൂഖ് ടിപ്പുവിന്റെ കാലത്ത് അറിയപ്പെട്ടത് ഫറൂഖാബാദ് എന്നാണ് കേട്ടോ. ടിപ്പുവിന്റെ കാലത്ത് ഫറൂഖ് അറിയപ്പെട്ടത് എന്താ? ഫറൂഖാബാദ്. ടിപ്പുവിന്റെ സൈന്യം തെക്കൻ മലബാർ പൂർണ്ണമായിട്ടും പിടിച്ചെടുത്ത വർഷം ഏതാന്ന് ചോദിച്ചാൽ 1788 കേട്ടോ. ടിപ്പുവിന്റെ സൈന്യം തെക്കൻ മലബാർ പൂർണ്ണമായിട്ടും പിടിച്ചെടുത്ത വർഷം ഏതാ? 1788. ടിപ്പു സുൽത്താന്റെ കാലത്ത് മലബാറിലെ എല്ലാ ഭരണാധികാരികളുമായിട്ട് ഉടമ്പടിയിലേർപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അർഷാദ് ബെഗ് ഖാൻ കേട്ടോ. അർഷാദ് ബെഗ് ഖാൻ ടിപ്പു സുൽത്താന്റെ കാലത്ത് മലബാറിലെ എല്ലാ ഭരണാധികാരികളുമായിട്ട് ഉടമ്പടിയിലേർപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ആര്? അർഷാദ് ബെഗ് ഖാൻ. ഇനി കുറച്ച് അപരനാമങ്ങൾ പഠിച്ചാലോ. അതായത് വെള്ളക്കാർ എന്നറിയപ്പെട്ടത് ആരാ? വെള്ളക്കാർ എന്നറിയപ്പെട്ടത് ബ്രിട്ടീഷുകാരാണ് അല്ലേ. ബ്രിട്ടീഷുകാരാണ് വെള്ളക്കാർ എന്നറിയപ്പെട്ടത്. അതുപോലെ ശീമക്കാർ എന്നറിയപ്പെട്ടത് ആരാ? നമ്മൾ വായിച്ചായിരുന്നു തുടക്കത്തിൽ. എന്തായിരുന്നു ശീമക്കാർ? ഇംഗ്ലീഷുകാരാണ് അല്ലേ. നമ്മൾ കേരള ചരിത്ര രേഖകളിൽ ശീമക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയായിരുന്നു? ഇംഗ്ലീഷുകാരെയാണ്. യവനർ എന്നറിയപ്പെടുന്ന ആരാ? യവനർ എന്നറിയപ്പെടുന്നത് ഗ്രീക്കുകാരാണ് കേട്ടോ. ഗ്രീക്കുകാരാണ് യവനർ എന്നറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാർ അറിയപ്പെട്ടത് എന്തായിരുന്നു? പറങ്കികളാണ് കേട്ടോ. പറങ്കികളാണ് പറങ്കികൾ എന്നറിയപ്പെട്ടത് ആരാ? പോർച്ചുഗീസുകാരാണ്. ഇനി പരന്ത്രീസുകാർ എന്നറിയപ്പെട്ടത് ആരാ? ഫ്രഞ്ചുകാരാണ് അല്ലെ. ഫ്രഞ്ചുകാരാണ് പരന്ത്രീസുകാരെന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ലന്തക്കാർ എന്നറിയപ്പെടുന്ന ആരാ? ഡച്ചുകാരാണ് അല്ലെ. ഡച്ചുകാരാണ് ലന്തക്കാർ എന്നറിയപ്പെടുന്നത്. അപ്പം വെള്ളക്കാർ ബ്രിട്ടീഷുകാർ, ശീമക്കാർ ഇംഗ്ലീഷുകാർ, യവനർ ഗ്രീക്കുകാർ, പറങ്കികൾ പോർച്ചുഗീസുകാർ, പരന്ത്രീസുകാർ ഫ്രഞ്ചുകാർ, ലന്തക്കാർ ഡച്ചുകാർ. ഇനി നിലമ്പൂരിൽ 1800 ഏക്കറോളം തേക്കിൻ തോട്ടം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരനാണ് HV കനോലി അല്ലെ. അന്നത്തെ മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലിയാണ് നിലമ്പൂരിൽ 1800 ഏക്കറോളം തേക്കിൻ തോട്ടം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ. ഇതാണ് പിന്നീട് എന്ത് പേരിൽ അറിയപ്പെട്ടത്? കനോലി പ്ലോട്ട് എന്ന പേരിൽ അറിയപ്പെട്ടത്. കൂടെ ഒരു കാര്യം കൂടി ഓർത്തു നോക്കുക. 1818 മട്ടാഞ്ചേരിയിൽ വിദ്യാലയം സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി ആരാന്ന് വെച്ചാൽ J. ഡൗസൺ ആണ്. 1818 മഞ്ചേരിയിൽ വിദ്യാലയം സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് ആരാന്ന് വെച്ചാൽ ആരാ? J. ഡൗസൺ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കേരള ചരിത്രം എന്ന ഭാഗത്ത് വരുന്ന യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന ഭാഗത്തൊരു തുടക്കമായിട്ട് നമ്മുടെ റാങ്ക് ഫയലിലുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത കാണാം.